മഴക്കെടുതി ദുരന്തത്തിൽ വലഞ്ഞ ആലപ്പുഴയിലെ കുട്ടനാട് മേഖല വെള്ളമിറങ്ങാതെ ചെങ്ങന്നൂരും. റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ ഇന്ന് കുട്ടനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കും. തോട്ടപ്പള്ളി സ്പിൽവേയിലെ മാലിന്യം നീക്കുന്നത് വേഗത്തിലാക്കി ജില്ലാ ഭരണകൂടം. സംസ്ഥാനത്ത് നിന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അടുത്ത 3 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴക്കെടുതിയിൽ മരണം 28ആയി ഉയർന്നു. കാണാതായ 4 പേർക്കായി തെരച്ചിൽ. വിവാദ ഹെലികോപ്റ്റർ യാത്രയിൽ നിക്ഷേപകർ ആരെന്നതിൽ വ്യക്തത വരുത്താതെ മുഖ്യമന്ത്രി. പുറത്തു പറയാത്തത് അനാവശ്യ വിവാദമുണ്ടാക്കി തുലച്ചു കളയണ്ട എന്നതുകൊണ്ടാണെന്ന് വി ഡി സതീശൻ. ഒരു ഗവൺമെന്റിനും വരാത്ത ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് ആണ് ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ വന്നിട്ട്. നിങ്ങൾ ഒന്നും പുറത്തു പറയാത്തത് വെറുതെ വിവാദം ഉണ്ടാക്കി കുറയ്ക്കാൻ വേണ്ടി കുറെ ആളുകൾ. പ്രതിപക്ഷ സർവീസ് സംഘടനകളെ പരിഹസിച്ച് മുഖ്യമന്ത്രി. സ്ഥലം മാറ്റത്തിന് തയ്യാറായിരുന്നോ എന്നും വെല്ലുവിളി. തമിഴ്നാടിന്റെ കാർഷിക ബജറ്റ് ഇന്ന് കൃഷിമന്ത്രി ആർ വിനോദ് ബജറ്റ് അവതരിപ്പിക്കും. നെല്ലിനും കരിമ്പിനും താങ്ങുവില വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ കർഷകർ. വരൾച്ചയിൽ കൃഷിനാശം നേരിട്ടവർക്കും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചേക്കും. അയോധ്യ സംഭാവന കൊള്ളയിലും ഡൽഹിയിലെ പോലീസ് നടപടിയിലും പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. മോദിയും അമിത്ഷായും പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. FCRA ബിൽ ഇന്നോ നാളെയോ അവതരിപ്പിച്ചേക്കും. ഈ മാസം പ്രത്യേക സമ്മേളനമെന്ന അഭ്യൂഹം തള്ളി കേന്ദ്രം. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ ഇറാൻ ഒമാൻ ചർച്ച അന്തിമഘട്ടത്തിൽ. കപ്പൽപാത ഇരു രാജ്യങ്ങളും ചേർന്ന് കൈകാര്യം ചെയ്യും. കടലിടുക്ക് ഭാഗികമായി തുറക്കുന്നതിനും ധാരണ.